ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ ഫേസിലിടുന്ന ടിപ്സൊന്നും ആയിട്ടല്ല വന്നത് കേട്ടോ. എന്നോട് ഒരുപാട് നാളായിട്ട് റിക്വസ്റ്റഡ് വീഡിയോ ആയത് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേച്ചി മുടി കൊഴിച്ചിലിനുള്ള ഒരു റെമഡി പറഞ്ഞു തരുമോ? താരം പോകാനും മുടി കൊഴിച്ചിലിനും ഉള്ള ഒരു റെമഡിയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങോട്ടും ഒരുപാട് പനങ്കുല പോലെ താഴേക്ക് മുടി വളരുമെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ള മുടി, ഇത് കണ്ടോ, ഉള്ള മുടി നല്ല ഒരു മുടി പോലും പോവാതെ നല്ല കട്ടിയായിട്ട് ഉള്ള മുടി എങ്ങനെയാണ് കൊഴിഞ്ഞു പോകാതെ അതിനെ സംരക്ഷിച്ചെടുക്കുന്നത് എങ്ങനെ എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ മാരേജ് സമയത്തും എനിക്ക് കുഞ്ഞിലേ മുതലേ എൻ്റെ ബന്ധുക്കൾക്കും എന്നെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ അറിയാം എനിക്ക് എന്തുമാത്രം മുടി ഉണ്ടായിരുന്നത് കേട്ടോ. എനിക്കങ്ങ് താഴെ വരെ മുടി ഉണ്ടായിരുന്നു, നല്ല പനങ്കുല പോലെ അടി നല്ല കട്ടിക്കുടം പോലെ കിടന്ന്. എന്നെ അറിയാവുന്ന എല്ലാവർക്കും, എന്തായാലും കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ, എൻ്റെ റിലേഷനിൽപ്പെട്ടവർക്കും എന്നെ അറിയാവുന്ന ഫ്രണ്ട്സിനും. ഈ കഴിഞ്ഞ ദിവസവും ഗ്രാൻഡിൽ പഠിച്ച, കോട്ടയം ഗ്രാൻഡിലാണ് ഞാൻ പഠിച്ച, പ്രീ ഡിഗ്രിക്ക് ഗ്രാൻഡിൽ പഠിച്ച ഒരു കുട്ടി എന്നെ വന്ന് കണ്ട് പൂടി എൻ്റെ പുറകോട്ടാണ് വന്നു, എനിക്ക് ശുഭേ നീ ഇത്രയും വെട്ടിക്കളഞ്ഞ അടൂടി എന്നാണ് ചോദിച്ചത് കേട്ടോ. പക്ഷേ എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, എൻ്റെ സിസേറിയനായിരുന്നു. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞ് ആ ഒരു ടൈമിലാണ് എൻ്റെ മുടി ഫുള്ള് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് വെട്ടിയും കളഞ്ഞു കേട്ടോ. ഉള്ള സത്യം പറയാലോ, കോല് പോലെ അടിയിലോട്ട് കുറേ ഉള്ളൊക്കെ നഷ്ടപ്പെട്ടപ്പം കുറേ ഞാൻ വെട്ടിക്കളഞ്ഞു. പിന്നെ മുടി കൊഴിച്ചിൽ വന്ന്, സിസേറിയൻ കഴിഞ്ഞപ്പോഴത്തേനും കുറേ മുടി കൊഴിച്ചിലൊക്കെ വന്ന്. പിന്നെ അങ്ങോട്ട് പിന്നെ എന്താണെന്നറിയില്ല, നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ലെയർ, ഫെദർ, വി എന്ന് വേണ്ട നമ്മൾ ഒരുപാട് ഹെയർ കട്ട് പഠിക്കാനായിട്ട് നമ്മൾ പോകുമല്ലോ. ആ ടൈമിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കേട്ടോ. അങ്ങനെയൊക്കെ എൻ്റെ മുടി പോയി. ലാസ്റ്റ് എനിക്കിപ്പം ഇത്രയും മുടിയാണ് ഇഷ്ടം. കാരണം ഞാൻ ഈ ഒരു ലെവലിൽ വെട്ടി വിടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുടി മതി എന്ന് വെച്ചാൽ ആ ഉള്ള മുടി ഇനി കൊഴിയാതെ നമുക്ക് നല്ല ഒരു ഉള്ളായിട്ട് കിടക്കുന്ന എങ്ങനെ, അതായത് മുടി കൊഴിച്ചിലും മാറി താരനും ഒരുപാട് എല്ലാവരുടെയും മുടിയിലുള്ള ഒരു പ്രശ്നമല്ലേ താരന്. ഇപ്പം ഞാൻ പാർലറിൽ ഇതൊക്കെ കുറച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ സ്പാ ചെയ്യുമ്പോഴും നമ്മൾ താരൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കുമല്ലോ, അപ്പോഴേക്കും നമ്മൾ നമുക്കാണിത് പറന്ന് കയറി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലായ്പ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാതെ വരുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടാകുമല്ലോ. നമ്മുടെ ഓയിലിൻ്റെ വർക്കൊക്കെ തുടങ്ങിയ പിന്നെ, നമ്മുടെ ഫേസ് ഓയിലിൻ്റെ വർക്കൊക്കെ തുടങ്ങിയ പിന്നെ നമ്മുടെ ഹെയറൊന്നും അങ്ങനെ ശ്രദ്ധിക്കാതെയും, പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മുടിയെ തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓയിലുണ്ടായിരുന്നു, അതുപോലും എനിക്കിപ്പം തയ്യാറാക്കാൻ സമയം കഴിഞ്ഞിരിക്കും. അതുപോലും എനിക്കങ്ങോട്ട് തയ്യാറാക്കാനായിട്ട് പിന്നെ ഞാൻ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ, അതായത് നമ്മുടെ മുടി കൊഴിഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് വരാതിരിക്കാനായിട്ടും ഉള്ള മുടിയെ നമ്മൾ സംരക്ഷിക്കാനും ഉള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അല്ലാതെ ഒരുപാട് ഇതങ്ങോട്ട് തേച്ചാൽ മുടി അങ്ങ് താഴെ വരെ വളരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഉള്ള മുടി നമ്മുടെ ഇപ്പോഴത്തെ ഈ ചൂട് സമയത്തും ഒക്കെ ഉള്ള മുടി നമുക്ക് പോവാതെ മുടിയെ കുറച്ച് തിക്നെസ് വരാനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ എടുക്കേണ്ടത്, നമ്മൾ ഹെന്ന തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന തേയില നമ്മളൊരു 3 ടീസ്പൂൺ കുറച്ച് വെള്ളം എടുത്തിട്ട് 3 ടീസ്പൂൺ തേയില ഇട്ടിട്ട് നന്നായിട്ട് കാച്ചി കുറുക്കി എടുക്കണം. അതായത് ഇളക്കി ആദ്യമേ 2 നല്ല ഫുൾ തിള വരട്ടെ, പിന്നെ അത് സിമ്മേലിട്ടിട്ട് അത് നന്നായിട്ട് അവിടെ കിടന്ന് തിളച്ച് വറ്റിയിട്ട് നമുക്ക് അരിച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് അത് അരിച്ച് മാറ്റിയെടുത്തിട്ട് ഒരു 10-15 ചെറിയ ഉള്ളി, സവോള എടുക്കരുത് കേട്ടോ, ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ട് നല്ലപോലെ അരച്ച് കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞൊഴുക്കിയ നല്ല
വൃത്തിയായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മുഴുവൻ നമ്മുടെ തേയില വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കുക. ഇത് രണ്ടും കൂടെ തലേ ദിവസം രാത്രിയിൽ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് എടുത്ത് വയ്ക്കുക. നമ്മൾ ഹെന്ന തയ്യാറാക്കുന്ന അങ്ങനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഹെന്ന തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് തലേ ദിവസം എടുത്ത് വെച്ച ഹെന്നയാണ് നല്ല ഹെന്ന. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഉള്ളിയും നമ്മുടെ തേയില വെള്ളം കൂടെ മിക്സ് ചെയ്തും കൂടെ കുറച്ച് മതി. ഞാൻ പറഞ്ഞല്ലോ നല്ലപോലെ ഇട്ട് വറ്റിക്കണമെന്ന്. ഒരു 2 ഗ്ലാസ്സെങ്കിലും എടുത്തു. 3 ടീസ്പൂൺ തേയിലയിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചോ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ മുടിയിലോട്ട് നല്ല പോലെ സ്പ്രേ ചെയ്ത്, സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും കാണുമല്ലോ, നമ്മുടെ റോസ്മേരി വാട്ടറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുണ്ടല്ലോ സ്പ്രേ ബോട്ടിൽ, അതെടുത്തിട്ട് നല്ല കിശിന്ന് ഓരോ ലെയർ മാറ്റി ഫുൾ അങ്ങോട്ട് സ്പ്രേ അടിച്ച് കൊടുക്കുക. രാവിലെ വേണം കേട്ടോ. എന്നിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക. മുടിയെ നല്ല രക്തയോട്ടം കൂടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തിട്ട് നമുക്ക് ഒന്നരാടൻ ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് മുടിയെല്ലാം കൂടെ വാരിക്കെട്ടി അങ്ങ് വയ്ക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മുടി വാഷ് ചെയ്യാം കേട്ടോ. അതായത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മുടിയിരുന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഷാമ്പു ഇട്ട് വാഷ് ചെയ്യരുത്, വെറുതെ ഒന്ന് വാഷ് ചെയ്ത് കളയുക. കാരണം ഇതിനകത്ത് ഉലുവ ഒക്കെ തേക്കുമ്പോൾ ഉള്ള സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ ഉള്ളിയും തേയില വെള്ളവുമാണ്. നല്ല തണുപ്പ്, താരം പോകാൻ സൂപ്പറാകട്ടോ. മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്, മുടിക്ക് കട്ടി ഉണ്ടാവാൻ നല്ലതാണ്, മുടി കൊഴിഞ്ഞു പോകാതിരിക്കാനും താരം മാറി സ്കാൽപ്പ് ക്ലീൻ ആവണം, എങ്കിലേ നമുക്ക് മുടിയുടെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. 1 മാസം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് റിസൾട്ട് പറയണം. ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുടിക്ക് ഞാൻ ഇന്ന് നന്നായിട്ട് എണ്ണ തേച്ചു. നിങ്ങൾ ഒരുപാട് പേര് പറയും ശുഭ ഇത്ര ഓയിൽ വാരി തേക്കല്ലെന്ന്. പക്ഷെ ഞാൻ ഇന്ന് നന്നായിട്ട് എണ്ണ തേച്ചു കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ നന്നായിട്ട് എണ്ണ തേച്ചു. ചൂട് സമയമൊക്കെ അല്ലേ. മുടി കൊഴിയരുത്, അതാണ് നമ്മുടെ ഉള്ള മുടി വൃത്തിയായിട്ടിരിക്കുക. ഞാൻ കുറച്ച് വളരുമ്പം യു കട്ട് ചെയ്തങ്ങ് വിടും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല തിക്നെസ്സും തോന്നും. ഇത്രയും മുടി മതി. ഇനിയിപ്പോൾ ഒരുപാട് മുടി അങ്ങ് വളരണമെന്ന് ആഗ്രഹിച്ചാലൊന്നും നടക്കത്തില്ല. പക്ഷേ ഞാൻ കുറച്ച് ആകുമ്പോഴത്തേനും അങ്ങോട്ട് വെട്ടിവിടും. അതാണ് എനിക്ക് പറ്റുന്ന പ്രശ്നം. അപ്പോൾ മുടി നഖവും നമുക്ക് നമ്മുടെ ആയുസ് തീരുന്നിടം വരെ നമുക്ക് വളരുമെന്നാണ് പറയുന്നത്. എങ്കിലും ഉള്ള മുടി നിങ്ങളിങ്ങനെ ഒന്ന് നോക്കിക്കേ. റോസ്മേരി വാട്ടറിൻ്റെ കാര്യവും ഞാൻ പറയട്ടെ, അത് നല്ലതാണ് കേട്ടോ. മുടി വളർച്ചയ്ക്ക്, മുടി കൊഴിച്ചിൽ മാറാൻ അത് നല്ലതാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള സ്പ്രേ ബോട്ടിൽ മാത്രം മതി. നന്നായിട്ട് കിച്ച് നല്ലപോലെ മസാജ് ചെയ്യുക. ചൊറിഞ്ഞ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ 1 മാസം കഴിഞ്ഞ് നിങ്ങളുടെ മുടി വളർച്ച, അതായത് ഞാൻ പറഞ്ഞു മുടി അങ്ങ് താഴെ പനങ്കുല പോലെ വളരുകയല്ല ചെയ്യുന്നത്, നമ്മുടെ താരനൊക്കെ മാറി നമ്മുടെ സ്കാൽപ്പ് ക്ലീനായി മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും താരം മാറുകയും ചെയ്യും. ഒറ്റ മുടി ഒഴിയത്തില്ല, ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ ഒന്നരാടൻ ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ ഇത് കൂടുതലുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാവോ എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. നമ്മൾ അന്നൊന്നുണ്ടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.